ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവർ വൈസ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഡോർ പോട്ടായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഷോ പീസ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു സിമൻറ്റ് ക്രാഫ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകും. ഇനി നമുക്ക് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ഊതി വീർപ്പിക്കുമ്പം ഒരു ശകലം നീളത്തിന് വീർത്ത് വരുന്ന ബലൂണ് നോക്കി തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒരുപാട് സൈസ് ബലൂൺ വാങ്ങിക്കാൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പശയാണ്. പശയ്ക്ക് പകരം ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തതാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ പുറത്തൊട്ടിക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ബുക്ക് പേപ്പറാണ്. അപ്പം ന്യൂസ് പേപ്പറിനും പകരം ബുക്ക് പേപ്പർ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നല്ല കട്ടി കിട്ടും നമ്മൾ ഒട്ടിക്കുമ്പം. അപ്പോൾ ഏകദേശം വീഡിയോയിൽ കാണും കണക്ക് ആദ്യത്തെ ഒരു ലെയർ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇതേ കണക്ക് ഏകദേശം ഒരു 8 ലെയറെങ്കിലും നല്ലവണ്ണം ഒട്ടിച്ചെടുത്തിട്ട് നല്ലോണം ഉണങ്ങാൻ വെച്ച് ഉണങ്ങിയതിന് ശേഷം നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മളൊരു ഉദ്ദേശത്തിന് ഒരു റൗണ്ട് ഷേപ്പുള്ള പാത്രമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് മുകൾ സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുത്ത് കളയാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം സെറ്റ് ചെയ്ത ബലൂണല്ല, ആ ബലൂൺ പൊട്ടിപ്പോയി. അതിന് പകരം ഞാൻ വേറൊരു ബലൂണാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ബലൂൺ കത്തിരി കയറി കൊണ്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് എടുത്തിട്ട് നമുക്ക് വലിയ ഉപയോഗമൊന്നുമില്ല. ഇനി അതിൻ്റെ അടി സൈഡും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പം അടിയും മുകളും കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് നമ്മൾ അതിൻ്റെ അടി സൈഡ് അടയ്ക്കാൻ വേണ്ടി മറ്റൊരു കാർഡ്ബോർഡിൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് അതിലോട്ട് വെച്ച് കറക്റ്റ് അതിൻ്റെ അടിയിൽ റൗണ്ടിന് കണക്ക് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് ടാപ്പ് വെച്ച് അതിൻ്റെ ഒരു സൈഡ് ഞാൻ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എൻഡ് ഭാഗങ്ങളെല്ലാം അടച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് സിമൻറ്റും വെള്ളവും കൂടെയാണ്. അപ്പോൾ ഒരു മീഡിയം കട്ടിക്ക് വൈറ്റ് സിമൻറ്റ് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ കറക്കിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെയർ കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ദിവസം 2 പ്രാവശ്യം ഒഴിച്ചാൽ മതി. അത് നല്ലവണ്ണം സെറ്റാവാൻ വേണ്ടി ഒരു ദിവസം ഫുള്ളാக വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് ബാക്കി ഉള്ള 6 തവണയും കൂടെ ഒഴിക്കാൻ നേരത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കട്ടി കിട്ടും. അപ്പോൾ ഒരു ദിവസം ഒഴിച്ചതാണ്. ഇനി 6 തവണയും കൂടെ നല്ലവണ്ണം ഒഴിച്ച് മൊത്തത്തിൽ 8 തവണ ഒഴിച്ചു കൊടുത്ത ഇത് മോൾഡാണിത്. അപ്പോൾ അത് ഏകദേശം ഒരു മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തൊരു 3 ദിവസം ആയ സാധനമാണ്. ഇനി അതിൻ്റെ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. പേപ്പറെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് മൊത്തം നല്ലവണ്ണം പേപ്പർ പിടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ എംബൈൻ്റെ സാൻഡ് പേപ്പറാകുമ്പം നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് പേപ്പർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതിൽ ചെറിയ കുഴിവും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സുഖമായിട്ട് മാറ്റാം. അതിന് മുമ്പ് നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത് അതിൻ്റെ അടി സൈഡിൽ ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു ഹോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പെൻഗിൻ്റെ മോഡലിലുള്ള ഇൻഡോർ പോട്ട് അല്ലെങ്കിൽ ഫ്ലവർ വൈസ് അല്ലെങ്കിൽ ഷോ പീസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വൈറ്റ് സിമൻറ്റ് നല്ല കട്ടിക്ക് നല്ല മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അടി സൈഡിൽ നിന്ന് ഏകദേശം ഒരു 1/4 അളവിന് അവിടെ ഒരു പീസ് നമുക്ക് ഉരുട്ടി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ കാലിൻ്റെ സൈഡിൽ താഴെ സൈഡിൽ 2 പീസും കൂടെ ചെറിയ 2 പീസും കൂടെ ഉരുട്ടി വയ്ക്കാം. ഉരുട്ടി വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് നല്ലോണം ഉണങ്ങും. ഉണങ്ങിയ ശേഷം നമുക്ക് ചെറിയ കത്തി അല്ലെങ്കിൽ കരണ്ടി ഉപയോഗിച്ച് നമുക്കതിനെ നല്ലവണ്ണം ഷേപ്പിന് ചുണ്ടിൻ്റെ ആകൃതിയിലും കാലിൻ്റെ ആകൃതിയിലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ വീഡിയോയിൽ കാണും കണക്ക് ചെറുതായിട്ടൊന്ന് നമുക്ക് അതിനെ കട്ട് ചെയ്ത് ആ വിരൽ വെച്ച് അതിനെ വൃത്തിയാക്കി കൂടെ കൊടുക്കാം. അപ്പോൾ ചുണ്ടിൻ്റെ കാലിൻ്റെയും പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കണ്ണിൻ്റെ സൈഡ് നോക്കി 2 ചെറിയ പീസും കൂടെ റൗണ്ടിന് അതും കൂടെ അവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു ദിവസം ഉണങ്ങാൻ വെച്ചാൽ മതിയാകും. അപ്പോൾ ആ പീസെല്ലാം ഒട്ടിച്ചിട്ട് നമുക്ക് ഇനി നമ്മൾ ഫ്ലവർ വൈസിൻ്റെ പുറത്തുള്ള തടുപ്പും ചെറിയ കുഴുവൊക്കെ മാറാൻ വേണ്ടി വൈറ്റ് സിമൻറ്റ് ബാക്കിയുള്ള വൈറ്റ് സിമൻറ്റ് എല്ലാം കൂടെ നല്ല കട്ടിക്ക് തന്നെ ബ്രഷ് ചെയ്തും കൂടെ കൊടുക്കാം. 1-2 ലെയർ നല്ലോണം കട്ടിക്ക് ബ്രഷ് ചെയ്ത് കൊടുത്ത് പിറ്റേ ദിവസം നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് എംബൈൻ്റെ പേപ്പർ ഉപയോഗിച്ച് അതിനെ നല്ലവണ്ണം പേപ്പർ ചെയ്തെടുക്കുമ്പം നമ്മൾ വിചാരിക്കുന്ന നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഇനി അത് ആ പേപ്പർ ഉപയോഗിച്ച് ആ ചുണ്ടിൻ്റെ ഭാഗവും കണ്ണിൻ്റെ ഭാഗവും തടുപ്പുകളെല്ലാം നല്ല രീതിയിൽ പേപ്പർ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ പേപ്പറും ഇട്ട്
ഇതിന് ശേഷം അടുത്ത് നമുക്ക് വേണ്ടത് 220 പേപ്പറാണ്. 220 പേപ്പർ നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ്, നല്ല ഗ്ലേസിങ് കിട്ടും. അപ്പോൾ ആ പേപ്പർ ചെയ്ത് നല്ലവണ്ണം വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ചുണ്ടിൻ്റെ ആ ഒരു സൈഡ് സെൻറ്റർ ഭാഗം നോക്കി ചെറുതായിട്ട് നല്ല കുഴിച്ച് തന്നെ വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്ത് അതിന് ചെറിയ 220 പേപ്പർ ഉപയോഗിച്ച് ചെറുതായിട്ട് ആ പേപ്പറും കൂടെ തടുപ്പൊന്നും അറിയാത്ത രീതിയിൽ പേപ്പറും കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ പേപ്പറെല്ലാം ചെയ്ത് തീർന്ന് അടുത്ത് നമുക്ക് വേണ്ടത് ആക്രിലിക്കിൻ്റെ കളറാണ്. അപ്പോൾ കളർ കൊടുക്കുക എടുത്തിരിക്കുന്ന പെയിൻറ്റ് ആക്രിലിക്കിൻ്റെ കളറാണ്. ഫസ്റ്റ് ബേസിക് കോട്ടായിട്ട് ആക്രിലിക്കിൻ്റെ വൈറ്റ് അടിക്കുക. അത് കഴിഞ്ഞ് CD മാർക്കർ അല്ലെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ആ പെൻകിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്ന ആ ഭാഗം കറക്റ്റ് ഞാൻ വരച്ചിട്ടുണ്ട്. വരച്ചിട്ട് അതിൻ്റെ വെളി സൈഡ് നമുക്ക് ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് അടിക്കാം. അപ്പം വെളി സൈഡും കണ്ണും മാത്രം ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മഞ്ഞയും ചുവപ്പും കൂടെ ചെറിയൊരു അളവിൽ മിക്സ് ചെയ്യുമ്പോൾ ചെറിയൊരു ഓറഞ്ച് കളർ കിട്ടും. അത് നമുക്ക് ചുണ്ടിലും താഴത്തെ കാലിൻ്റെ ഭാഗത്തും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും ഇന്നത്തെ വീഡിയോ. ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ 1-2 ലെയർ ക്ലിയർ വാർണിഷും കൂടെ അടിച്ചു കൊടുക്കാൻ കാണാൻ നല്ലൊരു ഗ്ലേസിങ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.